ഒരുവിധമുള്ള സാരീസിനൊക്കെ ഞാൻ ബ്ലൗസ് ഒപ്പിക്കാറുണ്ട്, പക്ഷേ എനിക്കതിന് കറക്റ്റ് എക്സാക്ട് മാച്ച് കിട്ടിയില്ല കേട്ടോ. പക്ഷേ ദാറ്റ് ഈസ് എ റിയലി ഗുഡ് തിങ്. ഞങ്ങൾ സാധാരണ കോൺട്രാസ്റ്റ് ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട്. വൈ ദാറ്റ് ഇസ് എ ഗുഡ് തിങ്? ബിക്കോസ് ഇറ്റ്സ് എ റെയർ കളർ. റെയർ കളേഴ്സിനകത്ത് ഒരുപാട് റെയർ കളേഴ്സ് വരുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ബ്ലൗസസ് കാണത്തില്ല. എന്തായാലും ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ സാരി ആൻഡ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആൻഡ് ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ യൂസസിനാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു ഒക്കേഷനിൽ സ്ലൈറ്റ് ഒക്കേഷനും വെയർ ചെയ്യാൻ. പിന്നെ ആ ഒരു പ്രിന്റ് ഇസ് പ്രിറ്റി ഹാപ്പനിങ് ആൻഡ് അതിൻ്റെ കോമ്പിനേഷൻ നല്ലൊരു കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണ്. ബർഗൻഡിയും ആ ഒരു ടീൽ ടോണും കൂടെ ആയിട്ടുള്ള ഒരു ലുക്ക്, ടീൽ ടർക്കോഷ് ആ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പിന്നെ ഇത് നമ്മൾ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്തേക്കുന്ന കാരണം ഇതിനകത്ത് നമുക്ക് ആ ഒരു വൈറ്റിഷ്നെസ് ഒന്നും വരുന്നുമില്ല. വെരി കംഫർട്ടബിൾ ചന്തേരി മോഡലിനകത്ത് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. ARS225 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോർഡർ പാറ്റേൺ. ഇത് വെരി പ്രിറ്റി ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ആ ഒരു ഇറഗുലർ ആയിട്ടുള്ളൊരു ഫീൽ വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്പ് ലുക്ക്, അതിനകത്ത് സെൽഫ് സ്ട്രൈപ്പ് ആയിട്ടുള്ളതും കുഞ്ഞ് ടെമ്പിളിൻ്റെ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിങ്ങും ഒക്കെ ആയിട്ട് ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ചന്തേരിയിൽ നമ്മളെപ്പോഴും കാണുന്ന പോലത്തെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു ലുക്കാണ് ഇവിടെ പെയർ ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് ഈ ഒരു കോൺട്രാസ്റ്റ് ഗ്രീൻ ഷെയ്ഡ്, ടീൽ ഗ്രീൻ ഷെയ്ഡിൻ്റെ അകത്ത് സ്ലൈറ്റ്ലി പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് വന്നിരിക്കുന്നത്. വെരി കംഫർട്ടബിൾ. 2064 പ്രൈസ് റേഞ്ച് വരുന്നുള്ളൂ. ആൻഡ് ആ ഒരു ഉടുക്കാനുള്ള കംഫർട്ടും വെയർ ചെയ്യാനുള്ള ഒരു ഡ്രേപ്പബിലിറ്റിയുടെ ഈസിനെസ്സും ഒക്കെ ഇറ്റ്സ് അമേസിങ്. ഇതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ കളക്ഷൻ ഒരുപാട് നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റ് ഡീറ്റെയിൽ വേരിയേഷൻസും ബോർഡറിൽ വേരിയേഷൻ വന്നിട്ടുള്ള കളക്ഷനും ഒക്കെ ഉണ്ട്. അത് ആർജിയിലെയും ARSൻ്റെ ഒക്കെ കോഡ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. ചന്തേരിയുടെ സിൽക്ക് കണ്ടൻറ്റ് കൂടുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ചന്തേരി മോഡലിൽ വന്നിട്ടാണ് വിച്ച് ഇസ് വെരി സൂട്ടബിൾ ഫോർ യുവർ വർക്ക് വെയർ ആസ് വെൽ. നമുക്ക് 9 to 5 ഒക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മൂവിയും ഈവൻ ഇഫ് യു ആർ എ പേഴ്സൺ ഹൂസ് ഗോയിങ് ടു മൂവ് അറൗണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിലും കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് പ്ലീറ്റഡ് ആയിട്ടുള്ള ലുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ബൾക്കി ആവാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ. സോറി, എൻ്റെ കയ്യിൽ ബ്ലൗസ് ഇല്ലായിരുന്നു. എനിക്ക് അതിൻ്റെ വിത്ത് ബ്ലൗസുമായിട്ട് പെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും കാണാനായിട്ട്. സോ ദിസ് ഇസ് റെഡി ടു ഡിസ്പാച്ച്. ലേസിയും വളരെ ഫെമിനൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ വരുന്ന ഒരു സാരിയാണ്. ദ കളർ ഇസ് ഓൾസോ വെരി ഫെമിനൈൻ. അങ്ങനെ ഒരു സട്ടിൽ കളറിൻ്റെ അകത്ത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു മൾട്ടി ടോൺ വന്നിരിക്കുന്നത് കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന രീതിയിലാണ്. ബേസ് കളർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള 2 ഷെയ്ഡ്സ്. ബ്യൂട്ടിഫുൾ ടോൺ ഓഫ് ഗ്രീൻ ആൻഡ് പിങ്ക് പീച്ച് ഷെയ്ഡിലും കൂടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓർഗൻസ ലേസാണ് കേട്ടോ അതിൻ്റെ കൂടെ ട്രിമ്മായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബോഡിയിൽ വന്നിരിക്കുന്ന ആ ഒരു എംബ്രോയിഡറി ഈസ് ഓൾസോ വെരി സിമിലർ ടു ദ ലേസ് അറ്റാച്ച് ടു ഇറ്റ്. 2 സൈഡിലും ഓർഗൻസ ലേസിൻ്റെ ഒരു ലുക്കാണ് കൊടുത്തേക്കുന്നത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ആൻഡ് ബ്ലൗസിൽ വന്നിട്ട് വി ഹാവ് വെരി സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു 5 petal ഫ്ലോറലിൻ്റെ ഒരു സ്കാറ്റ്. അതിങ്ങനെ വൈറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു ഓഫ് വൈറ്റ് ത്രെഡിലാണ് അതിനകത്ത് ആ ബോർഡറിൽ പിന്നെ വന്നിരിക്കുന്ന ആ ഒരു 3rd ഷെയ്ഡ്. ആ ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് ബ്ലൗസിൽ ഓൾ ഓവർ വന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഭയങ്കര ഒരു സട്ടിൽ ലുക്കാണ് സാരിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത്. KSD 159 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ആ ഒരു ബ്ലിങ് എലമെൻറ്റ് ഇല്ലാത്ത ലുക്സ് നോക്കുന്നവർക്ക്, സോബറായിട്ടുള്ള ലുക്സ് നോക്കുന്നവർക്ക് 2319 റേഞ്ചിലാണിത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റും നമുക്ക് കംഫർട്ടബിളായിട്ട് ഉടുക്കാനും പറ്റുന്ന സാരിയാണ്. ആൻഡ് ഇത് ആ പ്ലീറ്റ്സിൻ്റെ ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് റൗണ്ടായിട്ട് കിടക്കും. ആ ലോ പോർഷനിലോട്ട് പോയിട്ടേ ഒന്ന് വിടർന്ന് കിടക്കുള്ളൂ. അതങ്ങനെ ഒട്ടി കിടക്കുന്ന പ്ലീറ്റ്സ് അല്ല. പക്ഷെ എന്നാലും അതിനൊരു ഷേപ്പ് കിട്ടുകയും ചെയ്യും. നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഹിപ്പ് ആൻഡ് വേസ്റ്റൊക്കെ നമുക്ക് ഒതുക്കിയിട്ട് നമുക്ക് നല്ലൊരു ഷേപ്പിൽ എടുക്കാൻ പറ്റുന്ന ആൻഡ് ഭയങ്കര ട്രാൻസ്പെറൻസി ഇല്ലതാണ്. സിൽക്കി കോട്ട ആയതുകൊണ്ട് സ്ലൈറ്റ് ആയിട്ടൊരു ട്രാൻസ്പെറൻറ്റ് ലുക്കിൽ വരുന്ന സാരിയാണ്. അതിൻ്റെ ഒരു വീവിങ് സ്റ്റൈൽ വെച്ചിട്ട് കുറച്ച് ഷിയറാണ്, എന്നാലും ഭയങ്കര ഒരു കണ്ണാടി പോലത്തെ ഫീലോ അങ്ങനെയൊന്നും വരത്തില്ല. നമുക്ക് കുറച്ച് ലോങ് ബ്ലൗസസൊക്കെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാനും പറ്റും. KSD 159. കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിൽ വന്നിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സെമി സിൽക്ക് സാരീസിൻ്റെ അകത്ത് ഭയങ്കര ഡ്രേപ്പബിൾ
ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് ഞാനിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമുക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്ന ലുക്കാണ്. ഇതൊരു കുറച്ചൊരു ഓറഞ്ച് സ്റ്റോൺ വരും. ശരിക്കും മെറൂണും നേവിയുമായിട്ടുള്ള കോമ്പിനേഷൻ ആണെങ്കിലും അതിൻ്റെ അകത്ത് ആ ഒരു കോപ്പസറി വീവിങ് വന്നിരിക്കുന്നത് കാരണമാണ് നമുക്ക് അതിനകത്തൊരു ഓറഞ്ചിൻ്റെ ഫീല് വന്നിരിക്കുന്നത്. നല്ല ഒതുക്കി ഉടുക്കാൻ പറ്റുന്ന പ്ലീറ്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഒന്നും എടുക്കാതെ ഉടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്. റെഡി ടു വെയർ ഒക്കെ ആക്കിയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡി ടു വെയർ ആക്കുമ്പോഴാണെങ്കിൽ പോലും ചില മെറ്റീരിയൽ നമുക്ക് ഭയങ്കര സ്റ്റിഫാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അതിനകത്ത് കുറച്ചും കൂടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും വരത്തില്ല. ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഉടുക്കാൻ പറ്റുന്ന ഒരു ലുക്കാണ്. റെഡി ടു വെയർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരുപാട് സേഫ്റ്റി പിൻസിൻ്റെ ഒരു ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് വരത്തതുമില്ല. ഈസി ആയിട്ട് കൊടുക്കാം. ജസ്റ്റ് 1 pin down on the shoulder and that's it, you're done. ആൻഡ് ഇത് നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സെമി സിൽക്ക് കാറ്റഗറിയിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലുക്കാണ്. ആൻഡ് ഇതിൻ്റെ ടാസൽസൊക്കെ സെൽഫ് ത്രെഡ്സ് തന്നെ ട്വിസ്റ്റ് ചെയ്ത് നോട്ട് ചെയ്തേക്കുന്ന ലുക്കാണ്. അപ്പോൾ നല്ല ലോങ് ആയിട്ട് അത് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആക്ച്വലി ലോങ് ആയിട്ട് അത് കിടക്കുന്നത് മാറുന്നു. ഇത് നമ്മൾ ചുറ്റി പിടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ കാണാൻ ഭംഗിയാണ്. ആൻഡ് കോൺട്രാസ്റ്റിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് എൻ്റെ കൂടെ വേറെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബോർഡർ ലുക്ക് അത്യാവശ്യം ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ബോർഡർ പാറ്റേൺ ആണ്. പക്ഷെ എന്നാലും നമുക്ക് അത്രയൊരു ഷോർട്ട് ഡൗൺ ഫീൽ എനിക്ക് അങ്ങനെ ഉടുത്തിട്ട് തോന്നുന്നില്ല. കാരണം ആ ബോഡി കളർ ഡാർക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പൊക്കം കുറഞ്ഞ ഒരു ഫീല് നമുക്ക് അങ്ങനെ തോന്നാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഒരു ലൈറ്റ് കളറും കോൺട്രാസ്റ്റ് ബോർഡറും ഇത്രയും ബ്രോഡ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പൊക്കം കുറഞ്ഞ പോലത്തെ ഫീല് വന്നേനെ. പക്ഷെ ഇതിനകത്ത് അങ്ങനെ വരുന്നില്ല. TR 138 എന്ന കോഡിൽ 2000 റേഞ്ചാണ്. 2079 റേഞ്ചിൽ വന്നിരിക്കുന്ന അതെ 2809 റേഞ്ചാണ് കേട്ടോ തിരുപ്പോയി പറഞ്ഞത്. 2809 റേഞ്ചിൽ വന്നിരിക്കുന്ന സെമി സിൽക്ക് സാരി. ആൻഡ് ബോഡി ഫുള്ള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ എ ബ്ലാക്ക് പാറ്റേൺ ഇൻ ഹിയർ. അതൊരു ട്രഡീഷണൽ ബറോക്ക് മോട്ടീവ്സിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ബോർഡേഴ്സ് നമുക്ക് ജോമെട്രിക് പാറ്റേൺസിൻ്റെ റിപ്പീറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും നല്ലതാണ്. കുഞ്ഞു പ്ലീറ്റ് എടുത്തിട്ടേ നല്ല രസമായിട്ട് നമുക്ക് അടുക്കി കുത്തി കൊടുക്കാനാണെങ്കിലും നല്ല രസമുള്ളൊരു സാരിയാണ്. കസിൻസൊക്കെ കൂടെ മൾട്ടിപ്പിൾ പേരുണ്ടെന്നുണ്ടെങ്കിലും നമുക്കത് കൊടുക്കാൻ നല്ലതാണ്. ഇതിപ്പോൾ റൈറ്റ് നമ്മൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റി റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കുന്നത്. ഭയങ്കര വലിയ ക്വാണ്ടിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ബൾക്കിലൊന്ന് നോക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. എനിവേ TR 138 പ്രൈസ്ഡ് അറ്റ് 2809.